ബോംബെ ഗോൾഡൻ ഡയമണ്ട്സ് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. കുഴികൾ നിറഞ്ഞ റോഡിൽ മഴ പെയ്താൽ വെള്ളക്കെട്ട്, വെയിലറച്ചാൽ കുഴിയടയ്ക്കാനായി തട്ടിയ കോറിപ്പൊടിയുടെ ശല്യം. കുഴികളിൽ നിറച്ച കോറിപ്പൊടിയിലെ കൂർത്ത കല്ലുകൾ വാഹനങ്ങൾക്ക് വരുത്തുന്ന കേടുപാടുകൾ പതിവ്. ചമ്രോട്ടം തിരൂർ റോഡിൽ ആലത്തിയൂർ ടൗണിനോട് ചേർന്നുള്ള 100 മീറ്റർ റോഡിന്റെ അവസ്ഥയാണിത്. അശാസ്ത്രീയ റോഡ് നിർമ്മാണത്തെ തുടർന്ന് ബുദ്ധിമുട്ടുന്ന യാത്രക്കാരുടെയും നാട്ടുകാരുടെയും പരാതി വേണ്ട രീതിയിൽ പരിഗണിക്കാൻ പോലും അധികൃതർ തയ്യാറാവുന്നില്ല. ഈ ദൃശ്യങ്ങൾ കണ്ട് പ്രേക്ഷകർ തെറ്റിദ്ധരിക്കരുത്. വാഹനങ്ങൾ പോകുന്നത് പാടത്തുകൂടിയല്ല, റോഡിൽ കൂടി തന്നെയാണ്. കോടികൾ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച ചമ്രവട്ടം തിരൂർ റോഡിൽ ആലത്തിയൂർ ടൗണിന്റെ 100 മീറ്റർ ഇപ്പുറം മഴയൊന്നു പെയ്താൽ ഇതാണ് അവസ്ഥ. മുട്ടിനൊപ്പം വെള്ളം. മഴയ്ക്ക് ശക്തി കൂടുകയാണെങ്കിൽ അതിനു മുകളിൽ. മഴ മാറി വെയിലൊന്നറച്ചാൽ ആളെ പറ്റിക്കാൻ കുഴികളിൽ നിറയ്ക്കുന്ന കോറിപ്പൊടിയുടെ ശല്യം വേറെ. കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച റോഡാണെങ്കിലും നിർമ്മാണത്തിലെ അശാസ്ത്രീയത മൂലമാണ് ഈ 100 മീറ്ററിലെ റോഡ് തകരാനും മഴ പെയ്താൽ വലിയ വെള്ളക്കെട്ടുണ്ടാകാനും കാരണം. ആലത്തിയൂരിൽ നിന്നും തിരൂരിലേക്ക് പോകുന്ന റോഡിന്റെ തുടക്കത്തിൽ ഏകദേശം 100 മീറ്റർ റോഡ് മാത്രം നിരപ്പിൽ നിന്നും താഴ്ന്നാണുള്ളത്. ആലത്തിയൂർ ടൗണിൽ നിന്നും വെള്ളം ഒഴിഞ്ഞു പോകാൻ സംവിധാനമൊന്നുമില്ലാത്തതിനാൽ മഴവെള്ളം മുഴുവൻ ഇവിടേക്ക് ഒഴുകിയെത്തും. ഇവിടെ നിന്നും ഒരു കാന ആരംഭിക്കുന്നുണ്ടെങ്കിലും ആളെ പറ്റിക്കാൻ റോഡിലെ കുഴികളിൽ നിറച്ച ആ പൊടിയുണ്ടല്ലോ, അത് നിറഞ്ഞ് കാനയുടെ ആഴം കുറഞ്ഞിരിക്കുകയാണ്. റോഡിലെ വലിയ ഗർത്തങ്ങൾ കാരണമുണ്ടാകുന്ന ഗതാഗത കുരുക്ക് മൂലം ആംബുലൻസ് അടക്കമുള്ള അടിയന്തര പ്രാധാന്യമുള്ള വാഹനങ്ങൾ കടന്നുപോകാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവസ്ഥയും നിത്യകാഴ്ചയാണ്. അധികാരികൾക്ക് മുൻപിൽ നിരവധി തവണ പരാതിപ്പെട്ടിട്ടും കാര്യമില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇവിടെ ചെറിയ മഴ വന്നാൽ തന്നെ വളരെയധികം വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു അവസ്ഥ ഇവിടെ ഉള്ളത്. ഇവിടെ ഒരു അഴുക്കുചാല് ഈ ആലത്തിയൂർ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു സൈഡിൽ മാത്രമേ അഴുക്കുചാലുള്ളൂ. അവിടുന്ന് വരുന്ന മൊത്തം വെള്ളം ഇവിടെ വന്നിട്ട് ചെറിയ മഴയാണെങ്കിലും വളരെയധികം വെള്ളം കെട്ടി നിൽക്കുകയാണ്. ഈ ഒരു ചെറിയ റോഡിലൂടെ എത്രമാതിരി അപകടങ്ങളുണ്ടാണ് റോഡിലൊക്കെ. അത് ഈ സമയത്ത് ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് വീണ്ടും കയ്യും കാലും മുറിയിൽ പോയിട്ടുണ്ട്. ഒരുപാട് അധികാരികൾക്ക് കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ എന്തെങ്കിലും ഇതിൽ ഈ കോരി വേസ്റ്റ് അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ടും അത് അടുത്ത മഴയ്ക്ക് അതിൻ്റെ മണ്ണ് ഈ ചെറിയ റോഡിൽ വന്ന് അടഞ്ഞിട്ട് ഇതിൽ കൂടെ വെള്ളം പോകാത്തൊരവസ്ഥ വന്നിട്ട് അങ്ങനെയാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ട്. അതിനൊരു പരിഹാരം ഈ റോഡ് ഉയർത്തിക്കൊണ്ടിരുന്നത് മാത്രമേ ഇതിന് ഒരു പരിഹാരമായിട്ട് കാണുന്നുള്ളൂ. അഴുക്കുചാല് ഇട്ടുക, റോഡ് ഉയർത്തുക. ഈ ഭാഗത്തിൻ്റെ 2 സൈഡും ഉയർന്നിട്ടാണ് റോഡുള്ളത്. ഈ ഒരു ഭാഗം മാത്രം താഴ്ന്നിട്ടാണ്. അവിടുന്ന് ആലത്തിയൂർ ഭാഗത്ത് നിന്ന് വരുന്ന കംപ്ലീറ്റ് വെള്ളം ഇവിടെ വന്നിട്ടാണ് കെട്ടി നിൽക്കുന്നത്. ഇത് റോഡിന്റെ സൈഡ് കെട്ടാൻ കൊണ്ടുവന്നിറക്കിയ കരിങ്കല്ലല്ല. റോഡിലെ കുഴികളുടെ എണ്ണവും ആഴവും കൂടുന്ന മുറയ്ക്ക് റോഡിൽ കൊണ്ടുവന്നു തട്ടുന്ന കോറിപ്പൊടിക്കിടയിലെ കരിങ്കൽ ചീളുകളാണ്. കുഴികളിൽ നിറയ്ക്കുന്ന കോറി പൊടിക്കിടയിൽ കൂർത്ത മുനകളോട് ഉയർന്നു നിൽക്കുന്ന ഇത്തരം കല്ലുകൾ കാരണം ഇരുചക്രവാഹനങ്ങളടക്കം അപകടത്തിൽപ്പെടുന്നത് പതിവായതോടെ നാട്ടുകാർ സന്മനസ്സുകൊണ്ട് പെറുക്കി കൂട്ടിയതാണിത്. ഇതിൽ ഈ കോറി വെച്ചിട്ട് കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ ഉപദ്രവം ചെയ്യുന്നത് പറഞ്ഞാൽ ഈ മഴ വന്ന് വെള്ളം തെളിച്ചു പോയാൽ കല്ല് മേൽഭാഗത്ത് ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നതാണ്. അതിൽ ബൈക്കുകൾ വന്ന് സ്കിഡായിട്ട് വീണിട്ട് ഒരുവിധ അപകടങ്ങളൊക്കെ പറ്റുന്നത്. അങ്ങനെ കയറ്റിയിട്ടുള്ള കല്ലുകളാണ് ആ സൈഡിൽ ഞങ്ങൾ കയറ്റിയിട്ടുള്ളത്. നാളേറെയായി റോഡിങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. നാട്ടിലെ പ്രബുദ്ധരായ രാഷ്ട്രീയ സംഘടനകളും നേതാക്കന്മാരും ഇതൊന്നും കണ്ടിട്ടില്ല. അതോ കണ്ടഭാവം നടിക്കാത്തതാണോ? അതോ ഇനി കോൺട്രാക്ടർമാരെ വെറുതെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതിയതാണോ? എന്തായാലും ജനങ്ങൾ റോഡിലൂടെ വാഹനങ്ങളുമായി പോകുന്നത് റോഡ് ടാക്സ് കൊടുത്തു തന്നെയാണ്. ഈ റോഡ് ഇങ്ങനെ കുഴിയൊക്കെ കാണുമ്പോൾ ഒരു ടീം വന്നിട്ട് ഇതേപോലെ കോൺക്രീറ്റ് ചെയ്ത് പോകും. ആ കോൺക്രീറ്റ് കെട്ട വളരെ ലോക്കലായിട്ട് ചെയ്യുന്നത്. ഒക്കെ പൊട്ടിയിട്ട് 2 ദിവസം കഴിയുമ്പോഴേക്കും ഒക്കെ പൊട്ടിയിട്ട് വീണ്ടും പഴയ പോലെ കുഴിയാവും. ഉന്നത നിലവാരമൊന്നുമില്ലെങ്കിലും അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഇതൊന്ന് മാറ്റിയെടുക്കാൻ അധികൃതർ കണ്ണു തുറക്കണം. അധികൃതർ അങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിക്കാൻ കെൽപ്പുള്ള അധികാരമുള്ള രാഷ്ട്രീയ സമൂഹം ഇടപെടണം. ഇതൊന്നും ഞങ്ങളുടെ പ്രശ്നമല്ല എന്ന ചിന്തയോടെ മുഖം തിരിച്ചിരിക്കുന്ന നാട്ടിലെ സകലമാന രാഷ്ട്രീയ കക്ഷികളും ഈ പ്രശ്നം ഉയർത്തിക്കൊണ്ടുവരണം. അതല്ലെങ്കിൽ ഗട്ടറിൽ വീണ് വാഹനാപകടമുണ്ടായി ഒരു ജീവൻ നഷ്ടപ്പെടുന്നതുവരെ നമുക്ക് കാത്തിരിക്കാം.